ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അറബിക് പുഡിങ്ങായ മുഹല്ലബിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന കപ്പിൻ്റെ അളവിലാണ് ഞാൻ പാലെടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാൽ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. അത് ഒരു 3 ടീസ്പൂൺ നമുക്ക് ഈ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ചാണ് 1/4 കപ്പോ അല്ലെങ്കിൽ 1/2 കപ്പോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ വിടാതെ വിസ്ക് കൊണ്ട് ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ വീട്ടിൽ കുറച്ച് തിരക്കായതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഒന്ന് കുറച്ച് വൈകിപ്പോയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഇത് അങ്ങനെ കുറുകി വരുന്നുണ്ട്, നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തീ വീണ്ടും നല്ലോണം കുറച്ചിട്ട് വീണ്ടും ഇതേപോലെ നന്നായി കുറുക്കി എടുക്കണം. നമ്മുടെ ഒരു പുഡിങ് രൂപത്തിൽ ഇതായി ഇപ്പോൾ കാണുന്ന വിസ്കിൽ കാണുന്ന അളവിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ സമയത്ത് തന്നെ നമുക്ക് അപ്പോഴത്തേക്കും ഗ്ലാസ്സോ അല്ലെങ്കിൽ ബൗളോ കറക്റ്റാക്കി വെക്കണം. ഇത് നമുക്ക് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഒരുപാട് കുറുകിയിട്ട് അത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ബൗളിലാക്കി അല്ലെങ്കിൽ ഗ്ലാസ്സിലാക്കി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയൊരു ലെയർ ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ എത്ര ലെയറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത്. ഞാൻ 2 ലെയറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മൾ മിൽക്കിൻ്റെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ഒരു ലെയറും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഓറഞ്ച് അല്ലെങ്കിൽ മുസംബി അങ്ങനത്തെയൊക്കെ എടുക്കാം. പിന്നെ ഞാൻ ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. കുരു കളഞ്ഞിട്ട് വേണം നമുക്കിതിൽ ജ്യൂസാക്കി എടുക്കാൻ, അല്ലെങ്കിൽ നല്ല കയ്പ്പുണ്ടാവും. അപ്പോൾ നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നല്ലപോലെ ജ്യൂസാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് പിഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനും, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. ഇതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈവിടാതെ നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിനെ കുറുക്കിയെടുക്കണം. ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുമ്പോൾ ജാറിലിട്ട് അല്ലാതെ നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ പെട്ടെന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിലും അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ജാറിലാവുമ്പോൾ ചിലപ്പോൾ ഒരു കയ്പ്പൊക്കെ വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ജ്യൂസ് അടിക്കാൻ. കുരു ഉണ്ടെങ്കിൽ നല്ല കയ്പ്പായിരിക്കും, പിന്നെ ഉണ്ടാക്കിയത് വെറും വേസ്റ്റായി പോവും. അപ്പോൾ ഓറഞ്ചിൽ നമ്മൾ ഇതുപോലെ മുഹല്ലബി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. വിസ്കിൽ കാണുന്ന പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പാലിൻ്റെ ഒരു ലെയറിൻ്റെ മുകളിലേക്ക് ഈ ലെയറും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ഡിഷാണെന്ന് തോന്നണില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതൊരു അറേബ്യൻ പുഡിങ്ങാണ് മുഹല്ലബി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇനി ഇതൊന്ന് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് നുറുക്കിയതോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതോ ഇതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കാം. ഇത് നമ്മുടെ മുഹല്ലബിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനും കാണാനും നല്ല ഭംഗിക്കും വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഇടിയും മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നേരെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് കറക്റ്റാക്കി എടുക്കാം. അപ്പോൾ കറണ്ട് പോയതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മുഹല്ലബി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിനി നെയ്പത്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചെറിയൊരു ഗ്ലാസിൻ്റെ അളവിൽ 4 ഗ്ലാസ് ഞാനും അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളത്തിൽ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം.
എല്ലാ സാധനവും ജാറിലിട്ടിട്ടാണ് ഞാൻ ആലോചിച്ചത് കറണ്ട് ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ കറണ്ട് ഇല്ലാതാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതാണ് ഒരു ചെറിയൊരു ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം. അപ്പോൾ നമ്മൾ തിളപ്പിച്ച വെള്ളം എന്താ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ജാറിലിട്ടത് ഞാൻ നേരെ മാറ്റിയിട്ട് ചോപ്പറിലിട്ടിട്ടാണ് ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തത്. എന്നിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഉരുളയാക്കിയിട്ട് നമുക്ക് റെഡിയാക്കണം. അപ്പോഴത്തേന് നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഞാനത് ചട്ടി ചൂടായിട്ട് ഞാൻ അത് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കയ്യിലൊന്ന് എണ്ണ പുരട്ടിയിട്ട് നമ്മൾ ഓരോ ഉരുളിയാക്കിയത് ഇതേപോലെ നമ്മൾ എണ്ണൻ്റെ കവർ രണ്ടായി കട്ട് ചെയ്തതാണ്. അപ്പോൾ അതിലൊരു പോർഷൻ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ വേറൊരു പോർഷൻ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് നന്നായിട്ട് രണ്ട് സൈഡും കൂടെ അമർത്തി കൊടുക്കുമ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് പൊള്ളി വരാനും നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിന് ഇതുപോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് പത്തിരി പ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. പക്ഷേ അത് ഒരുപാട് വലുതായി പോവും. നമുക്ക് കുറച്ച് കട്ടിയിലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായി എണ്ണ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പരത്തിയത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായി പൊള്ളി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വേറെ സൈഡും കൂടെ നല്ലൊരു കളറാവണ വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല വെന്തിട്ടുണ്ടാവും ഈ സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അത് കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഇഫ്താറിൻ്റെ ഡിഷസ് ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ നെയ്പത്തലും അതുപോലെ തന്നെ അറേബ്യൻ പുഡിങ്ങായ മുഹല്ലബിയും. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡാണ്. അപ്പോൾ കറണ്ടൊക്കെ പോയതുകൊണ്ട് ഇന്ന് നമുക്ക് ജ്യൂസൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ ഡിഷസ് ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുഹല്ലബി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ലൊന്ന് സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് കഴിക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ലെയറൊക്കെ നല്ല സെറ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പിന് പകരമായിട്ട് നമുക്ക് വേറെ പിസ്ത അങ്ങനെ ബദാമൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പാണ് ഇങ്ങനെ മേലെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെയ്പത്തലും കൂടെ കഴിച്ചു നോക്കാം. അപ്പോൾ നെയ്പത്തലിൻ്റെ കൂടെ കഴിക്കാൻ ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറിയും നെയ്പത്തലും കൂടെ കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ ഫുഡൊക്കെ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.